ബിദഈ വിഭാഗങ്ങൾ ഉന്നയിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. എന്തിനാണ് മശായിഖുമാർ, എന്തിനാണ് അവരെ സമീപിക്കുന്നത്? ജീവിതകാലത്തായിരുന്നാലും മരണാനന്തരമായിരുന്നാലും മനുഷ്യ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ അവർക്ക് നിർവഹിക്കാൻ കഴിയില്ല, ചെയ്തു തരാൻ കഴിയില്ല. അങ്ങനെ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്, കുഫ്റാണ് എന്ന ഗൗരവതരമായ വാദഗതി കൊണ്ട് സമൂഹത്തെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖകരമായ ഒരു സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു ഇൽമിന്റെ മജ്‌ലിസാണല്ലോ, ചെറിയ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ ചോദ്യത്തിന് നമുക്ക് വിശുദ്ധ പ്രമാണങ്ങൾ പരിശോധിച്ചാൽ തന്നെ കൃത്യമായ മറുപടികൾ കണ്ടെത്താൻ സാധിക്കും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനായ അള്ളാഹുവിന്റെ കലാം ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല. എല്ലാവർക്കും വിശദീകരണങ്ങളും എല്ലാവർക്കും മറുപടികളും നമുക്ക് അവിടെ കൃത്യമായി ലഭ്യമാണ്. ഒരു ഉദാഹരണം പറയട്ടെ. മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ഒന്നാണല്ലോ നമുക്ക് കുഞ്ഞുങ്ങളെ നൽകൽ. ഒരു ഗ്ലാസ് ചായ താ എന്ന് പറയും പോലെ അല്ല, അത് മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യമാണ് ഇവരുടെ വാദഗതി അനുസരിച്ച്. എന്നാൽ എനിക്കൊരു കുഞ്ഞുണ്ടാകണം, ഈ കുഞ്ഞിനെ നൽകാൻ കഴിവുള്ളവൻ ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു എന്നാണ് മറുപടി പറയാൻ സാധിക്കുക. എന്നാൽ ആ കുഞ്ഞിനെ മനു നൽകുന്ന നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ കാണാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ അന റസൂലു റബ്ബിക് ലിഅഹബ ലക ഗുലാമൻ സക്കിയ്യ. സൂറത്ത് മറിയം 19 നമ്പർ ആയത്ത്. മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുന്നത് ഖുർആൻ ഉദ്ധരിക്കുകയാണ്. ഇന്നമാ അന റസൂൽ റബ്ബിക്, മറിയം, ഞാൻ നിങ്ങളുടെ റബ്ബിന്റെ ദൂതനായി നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ എന്തിനാണ് വന്നതെന്ന് അറിയുമോ? ലി അഹബ ലക ഗുലാമൻ സക്കിയ്യ, ഒരു വിശുദ്ധനായ കുഞ്ഞിനെ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി. ഒരു വിശുദ്ധമായ കുഞ്ഞിനെ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. അതിനുവേണ്ടി അള്ളാഹു എന്നെ നിയോഗിച്ചതാണ്. ആരാണ് ആ കുഞ്ഞ്? നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു ഭർത്താവിന്റെ സാന്നിധ്യമില്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നേരിട്ടാണ് ഈ കുഞ്ഞിന് ലഭ്യമാകുന്നത്, കുഞ്ഞിന് നൽകുന്നത്. ഇതെങ്ങനെ സാധിച്ചു? ഇത് മനുഷ്യ കഴിവിന് അതീതമല്ലേ? ഒരു മനുഷ്യന് ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടിയായ മലക്കിന് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം പറയാൻ മറുവിഭാഗത്തിന് പ്രയാസമുണ്ടാകും. രണ്ടാമത്തെ ഉദാഹരണം ഞാൻ പറയട്ടെ. അള്ളാഹുവിന്റെ ഈ വെളിച്ചം, സന്മാർഗം നൽകുന്നത് ആരാണ്? അള്ളാഹു വിചാരിച്ചവർക്കല്ലേ സന്മാർഗം കൊടുക്കാൻ സാധിക്കും. ഹിദായത്ത് നൽകുന്നവരാരാണ്? അള്ളാഹു മാത്രമാണ് ഹിദായത്ത് നൽകുന്നവൻ. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം. നബിയെ, നിശ്ചയം അവിടുന്ന് ഹിദായത്ത് നൽകുന്നു, നേർവഴി കാണിച്ചു കൊടുക്കുന്നു. ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ വഴിയിലേക്ക് ഹിദായത്താക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഷൂറ 52 ആയത്തിലാണിത് പറയുന്നത്. കൃത്യമായി ഹിദായത്താക്കാൻ അള്ളാഹുന് മാത്രമാണ് സാധിക്കുക ഈ വാദഗതി അനുസരിച്ച്. എന്നാൽ ഇവിടെ ഹിദായത്ത് നൽകുന്ന ആള് അള്ളാഹുന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നു.